അപ്പോൾ സയൻസിന് മതം ഉണ്ടാവും. ഏറ്റവും വലിയ ഇസ്ലാം ആരാണെന്ന് ചോദിച്ചാൽ സൂര്യൻ എന്നാ പറയാ. എനിക്ക് എല്ലാ വിഭാഗത്തിലുള്ള ക്ലൈൻസും ഉണ്ട് കേട്ടോ. ഈവൻ പഞ്ചാബീസും ഒക്കെ ഉണ്ട്. ഇത് സിഖുകാരുടെ ഇതും ഒക്കെ ഉണ്ടാകും. ഈ വാസ്തുവിന് മതമൊന്നുമില്ല. ഇപ്പോൾ ഓരോ മതങ്ങളുണ്ടല്ലോ, ഇപ്പൊ ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം. അപ്പോൾ ഓരോ മതവിശ്വാസങ്ങൾക്കനുസരിച്ചിട്ട് വാസ്തുവിന്റെ നിയമങ്ങൾ, വാസ്തുവിന്റെ ഘടകങ്ങളൊക്കെ വ്യത്യാസമുണ്ടോ? അതെല്ലാവർക്കും ഒരുപോലെ ബാധകമാണോ? വാസ്തുവിന് മതമുണ്ടോ? വാസ്തുവിന് മതമുണ്ടോ? അതാണ് എക്സാക്ട് ക്വസ്റ്റ്യൻ. അതെ, വാസ്തു ശാസ്ത്രമാണ്, വാസ്തു സയൻസ് ആണ്. ശാസ്ത്രം മീൻസ് സയൻസ്. അപ്പോൾ സയൻസിന് മതം ഉണ്ടാവും ഇല്ല. അതുമാതിരി തന്നെ ഈ വാസ്തുവിന് മതമൊന്നുമില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ പണ്ട് മുതലേ ഇവിടെ ഈ പണിക്കന്മാരും ഇവരൊക്കെ പറയണമുണ്ട് ഇതെന്തോ ഒരു ഹിന്ദു സിസ്റ്റം ആണെന്ന് എല്ലാവരും ഒരു തെറ്റിദ്ധാരണ. അതെ, കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്നത് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു വരുന്നതും അതെന്തോ ഹിന്ദുവിന്റെ എന്തോ ഒരു ആചാരമാണ്. ഈ അടുത്തൊരു മുസ്ലിം കുട്ടി ഇങ്ങനെ ഞാൻ കണ്ടപ്പോ എല്ലാം നിശാന്ത് ഭായി ഈ വാസ്തു എന്ന് പറയുന്ന ഒരു ദേവതയാണല്ലേ, അത് ഭൂമിയുടെ അടിയിൽ കിടക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ നാളെ യൂട്യൂബ് കണ്ടിട്ടുണ്ടായിരുന്നു. അല്ല, അങ്ങനെയൊക്കെയാ പോണത്. അങ്ങനെ ഇപ്പൊ യൂട്യൂബ് ഒക്കെ കാണുന്നതാണല്ലോ എല്ലാവർക്കും. ഇപ്പൊ ഏതാ സത്യം ഏതാ സത്യമല്ലാതെ ഒന്നും അറിയില്ലേ, തെറ്റിദ്ധാരണകൾ കൂടി വരികയാണത്. ഇപ്പൊ ഒന്ന് മതം എന്ന് പറയുന്നത് ഒരു എന്താ പറയാ, ജ്വല്ലറി മാതിരി ഒരു ആഭരണ. ആദ്യം ഞാനാ, മനുഷ്യനാ. ഓക്കെ, അപ്പൊ എനിക്ക് മതം വേണോ? എനിക്ക് മതം ശരിക്കും ആവശ്യമില്ല. കാരണം ഞാൻ ജനിച്ചു, ഭക്ഷണം കഴിക്കുന്നു, ജോലി ചെയ്യുന്നു, തന്നെയാണ് ഒരു മനുഷ്യൻ. അപ്പൊ എൻ്റെ കൈ മുറിഞ്ഞാലും ചോന്ന ചോന വരും, വേറെ ആരെ കൈ മുറിഞ്ഞാലും ചോന്ന ചോര വരും. ഇസ്ലാം ആയാലും ശരി, ഹിന്ദു ആയാലും ഒക്കെ. പിന്നെ എന്തിനാ മതം? മതം എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, ഒന്ന് ഫ്രീഡം, രണ്ട് ഡിസിപ്ലിൻ. ഓക്കെ, ഫ്രീഡം എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രീഡം ആകുക എന്ന് പറഞ്ഞാൽ ഈ ഒരു കുത്തഴിഞ്ഞ ജീവിതമാകുക എന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നിയ മാതിരിയൊക്കെ ആയിട്ട് ജീവിക്കാൻ നിൽക്കുക. കോഴിക്കോടൻ ഭാഷ പറഞ്ഞാൽ തോന്നിയാസിയാകുക. അങ്ങനെയാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറേ ആളുകൾ അവരതിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെന്താ പറയുക, ഒരു പഴി ചാരുന്ന അടിച്ചമർത്തുന്ന അവസ്ഥ വരും. അപ്പം നമുക്കൊരു ഡിസിപ്ലിൻ കൊണ്ടുവരികയാണ്. അപ്പോൾ സ്പിരിച്വാലിറ്റി ഈസ് എ സയൻറ്റിഫിക് അപ്രോച്ച് ടുവേർഡ്സ് ഫിസിക്കൽ ലൈഫ്. ഭൗതികമായിട്ടുള്ള ജീവിതത്തിനോടുള്ള ശാസ്ത്രീയമായിട്ടുള്ള സമീപനമാണ് ശരിക്കും സ്പിരിച്വാലിറ്റി. അപ്പോൾ ഓരോരോ പ്രൊഫറ്റ്സും ഓരോ പ്രവാചകരും ഓരോരോ ഗ്രന്ഥങ്ങളൊക്കെ പറഞ്ഞത് പ്രകാരം ഞാൻ ജീവിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു ചിന്താധാരേനെ ആ വ്യക്തി ഫോളോ ചെയ്യാണ്. ഇതിനെയാണ് മതം എന്ന് പറയുന്നത്. മതം മീൻസ് അഭിപ്രായം. മതം മീൻസ് അഭിപ്രായം. അപ്പം അഭിപ്രായം ഇല്ലാണ്ടും ജീവിക്കുക. പക്ഷേ ഇത് വന്ന് ഞാൻ തന്നെ മതമായി മാറുകയാണ്. അപ്പം എൻ്റെ വേഷം മാറി, എൻ്റെ സ്വഭാവം മാറി, എൻ്റെ ജീവിത രീതി മാറി, അതും ഒക്കെയാണ്. ഇനി ഇതിൽ പ്രോബ്ലം എവിടെയാ? ഞാനിങ്ങനെയായി, മറ്റേ ആളും ഇങ്ങനെയാണോ? ഞാൻ മാത്രം ശരി, മറ്റേതൊക്കെ പൊട്ടയാണ്. ഇവിടെയാണ് പ്രോബ്ലം. അവിടെ ശ്രീനാരായണ ഗുരു പറഞ്ഞ ഒരു വലിയ കാര്യമായിട്ട്, അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരനും ആത്മസുഖത്തിനായി വരണം. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് സന്തോഷം ഉണ്ടാകാനും ഒരുപാട് സ്നേഹിക്കാനും വേണ്ടിയിട്ട് ഉണ്ടാക്കിയ സിസ്റ്റമാണ്. അപ്പം അതിൻ്റെ ഫങ്ഷൻ വിട്ടുപോയാൽ പിന്നെ അതിന് അർത്ഥമില്ല ടൈല്. അപ്പം അഭിപ്രായങ്ങൾ പറയുന്നത് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ആ ഒരു ഇത് വിട്ടു കഴിഞ്ഞാൽ അതിന് അർത്ഥമില്ല ഉണ്ടായി. അപ്പം ഇതിൽ ഹിന്ദു ആയാലും ശരി, ക്രിസ്ത്യൻ ആയാലും ശരി, ഇസ്ലാം ആയാലും ശരി, ഹൂവർ ഇറ്റ് മേ ബി, അവർക്ക് താമസിക്കാൻ ഒരു വീടുണ്ടാവും. ആ വീട് ഈ പ്രപഞ്ചത്തിൻ്റെ നിയമങ്ങൾക്കനുസരിച്ചിട്ടാകുകയാണെങ്കിൽ അത് ദൈവത്തിൻ്റെ കൽപ്പനക്കനുസരിച്ച് ജീവിക്കുക തന്നെയാണ്. ഇപ്പോൾ ഇസ്ലാമിൽ പറയുകയാണെങ്കിൽ ഇസ്ലാം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം തന്നെ ദൈവത്തിനെ അനുസരിക്കുന്നവനാണ്. അപ്പോൾ ഏറ്റവും വലിയ ഇസ്ലാം ആരാണെന്ന് ചോദിച്ചാൽ സൂര്യൻ എന്നാണ് പറയുക. കാരണം സൂര്യൻ ഒരു തരി പോലും തെറ്റിക്കാതെ രാവിലെ ഉദിക്കുന്നു, അദ്ദേഹത്തിൻ്റെ ഫങ്ഷൻ ചെയ്യണു, ഇങ്ങനെ പോവുക. അതായത് ദൈവം പറഞ്ഞിരിക്കുന്ന പണി അതേപടി ചെയ്യുന്ന ആളെ ഇസ്ലാം എന്ന് പറയും. അപ്പം ഇത് ഇസ്ലാം എന്ന് പറയുന്നത് ഈശ്വരൻ്റെ ഇത് പ്രകാരം നമ്മൾ ജീവിക്കുന്നതാണ്. അപ്പം ഈ ജീവിക്കുന്നതിന് അതിന് കുറേ സയൻറ്റിഫിക് സൈഡുകളും കൂടി ഉൾപ്പെടുകയാണെങ്കിലോ നമ്മളതൊരു ഭംഗിയാവും. ഇപ്പോൾ ഹിന്ദു എന്ന് പറയുന്നത് ഒരു മതമല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഒരു ജീവിത രീതിയാണ്. അത് ഈ സിന്ധു നദിയുടെ സംസ്കാരത്തിൽ വന്നിട്ടുള്ള കുറേ ആളുകൾ ഇവിടെ ജീവിച്ചു പോയൊരു ജീവിത രീതിയാണ്.
അപ്പൊ അവിടെ വേറെ ഒന്നും ഇല്ലാതെ കൊണ്ട് ഇതിന് പ്രത്യേകിച്ച് മതം എന്ന് വിളിക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ ബാക്കി ഓരോന്ന് വരുമ്പോഴാണ് അപ്പൊ എല്ലാത്തിനും പേരായി. അപ്പൊ ഇതിന് എന്താ ഒരു പേര് വേണ്ടേ? അങ്ങനെയാണ് ഇതിനൊരു പേര് വരുന്നത്. അപ്പൊ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയണത് എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, എല്ലാവരും മനുഷ്യരാണ്. രണ്ട്, എല്ലാവരും സമൃദ്ധിയിൽ ജീവിക്കണം. അപ്പൊ സമൃദ്ധിയിൽ ജീവിക്കണോ, അയാൾക്കൊരു വീട് വേണം, ഒരു ഭവനം വേണം. അപ്പം ആ ഭവനം യൂണിവേഴ്സിൻ്റെ ആ ഒരു ഋത്തത്തിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അയാൾക്ക് അവിടെ സമൃദ്ധി വരും. ഇല്ലയോ അയാൾ വല്ലാണ്ട് കഷ്ടപ്പെടേണ്ടി വരും. ആ കൂടി നമ്മൾ മാക്സിമം ഒരു 120 വയസ്സ് വരെയുള്ള ഭൂമിയിൽ ജീവിക്കുള്ളൂ അല്ലേ? അപ്പം അതിൻ്റെ നമ്മൾ വഴക്ക് കൂടി കഷ്ടപ്പെട്ട് പാടുപെട്ട് വെറും ദാരിദ്ര്യനായിട്ട് ജീവിക്കുക, അതൊക്കെ വലിയ പ്രോബ്ലമാണ്. അപ്പോൾ ഈ വാസ്തു എന്തെന്ന് വെച്ചാൽ നമുക്ക് സമൃദ്ധി ഉണ്ടാക്കാനുള്ള ശാസ്ത്രമാണ്. ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ ദരിദ്രനായിട്ട് നമ്മൾ ജനിച്ചു, ഇന്ന ആളെ വീട്ടിൽ ജനിച്ചു, ഇന്ന മതത്തിൽ ജനിച്ചു, നമ്മളെ കുറ്റാണോ? അല്ല, അത് സംഭവിച്ച. പക്ഷെ ദരിദ്രനായിട്ട് നിങ്ങൾ മരിക്കുകയാണെങ്കിലോ അത് നമ്മൾ എന്നെ കുറ്റ, വേറെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. യു ആർ ദ ഓൺലി റെസ്പോൺസിബിൾ പേഴ്സൺ. അതുകൊണ്ട് ടേക്ക് റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം എടുക്കുക. എന്തിന്? നിങ്ങളെ സമ്പന്നനാക്കാൻ, നിങ്ങളെ സമൃദ്ധിയിൽ ജീവിക്കാൻ, ഒരുപാട് സ്നേഹത്തോടുകൂടി ജീവിതം ആഘോഷിക്കാൻ. ആ ഒരു റെസ്പോൺസിബിലിറ്റി എടുക്കുമ്പോൾ എന്താവും? ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാ സിസ്റ്റങ്ങളും നമ്മൾ ഉപയോഗിക്കുക. അതിപ്പോൾ ഹിന്ദുവിൻ്റെ ആയാലും ശരി, ഇസ്ലാമിൻ്റെ ആയാലും എല്ലാത്തിനും ഉപയോഗിക്കുക. ഇന്നത് മാത്രമേ ഉപയോഗിക്കാവുന്നൊന്നുമില്ല, എല്ലാം ഉപയോഗിക്കുക. നമ്മൾ നല്ല സമൃദ്ധിയിൽ ജീവിതം ആഘോഷിക്കുക. അപ്പോൾ ഒരുപാട് സന്തോഷം വരും അല്ലേ? അപ്പം അങ്ങനെ കൂടുമ്പോൾ ഒരു യൂണിവേഴ്സ് തന്നെ ഒരു കുടുംബമായി മാറും അല്ലേ? വസുദേവ കുടുംബകം എന്ന് പറയുന്ന മാതിരി എല്ലാവരും ഒരു കുടുംബത്തിൽ അംഗങ്ങളാവും അല്ലേ? അതാണ് ശരിയായിട്ടുള്ള അതിൻ്റെ ഒരു അപ്രോച്ച്. ഇന്നത് മാത്രം ഇപ്പോൾ ഒന്നുമില്ല. അപ്പം വെള്ളം, അപ്പം നമ്മൾ സാധാരണ ഒരു ഗ്ലാസ് വെള്ളം എന്താന്ന് പറയുമ്പോൾ തമിഴ്നാട്ടുകാരെന്ത് പറയും? തണ്ണി എന്ന് പറയും അല്ലേ? ഇംഗ്ലീഷുകാരനാകുമ്പോൾ വാട്ടർ എന്ന് പറയും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാ സാധനമൊക്കെ പറയണമെന്ന് തന്നെയാണ്. ഓരോരുത്തരും ഓരോരോ ഭാഷയിൽ അവിടുത്തെ പ്രകാരം പറയണം, അത്രയേ ഉള്ളൂ. ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി ചേർക്കട്ടെ. ഇപ്പം നമ്മൾ ഓരോ ദിശകളെ പറ്റി പറഞ്ഞായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥന, അതിപ്പോൾ പൂജാമുറി ആയാലും അല്ലെങ്കിൽ പ്രാർത്ഥന റൂമാണെങ്കിലും മെഡിറ്റേഷൻ റൂമാണെങ്കിലും ഇതിനൊക്കെ ശരിക്കും ഒരു ദിശയുണ്ടോ അല്ലെങ്കിൽ ഒരു സ്ഥാനമുണ്ടോ? അല്ലെങ്കിൽ നമ്മളിപ്പോൾ ബൈബിളിലൊക്കെ പറയും എല്ലാവരും ഒരുമിച്ച് ചേരുന്നത് എവിടെയോ അവിടെ പ്രാർത്ഥന പറയും, അങ്ങനെയാണോ? അതോ അതിന് ശരിക്കും ഒരു വാസ്തു, ഒരു സ്ഥാനമുണ്ടോ? വെരി ഗുഡ്, നല്ല ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതിലെന്താണെന്ന് അറിയാം, ഓരോരോ ഇസങ്ങളും ഉണ്ടായത് ഓരോ രാജ്യത്താണ്. അപ്പം അവിടുത്തെ കാലാവസ്ഥയെ, അവിടുത്തെ എന്താ പറയുക, ആ ഒരു അവസ്ഥക്കനുസരിച്ചിട്ടാണ് ഓരോന്നും രൂപപ്പെട്ടത്. ഇപ്പോൾ ഇസ്ലാം എന്ന് പറയുന്നത് നമ്മളധികവും മരുഭൂമികളിലാണ് അവിടെ. അപ്പം മരുഭൂമികളിലാകുമ്പോൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആ ചൂട് പിടിച്ചിരിക്കുന്ന അന്തരീക്ഷത്തിൽ നിന്ന് ചൂട് പിടിച്ച വായു മുകളിലേക്ക് ഉയരണം. അപ്പം എന്തായാലും മിനാരങ്ങളൊക്കെ വലിയ റൗണ്ടാക്കി വെച്ചു മേലെ. അപ്പോൾ എന്താ വെച്ചാൽ സ്വാഭാവികമായിട്ടും താഴത്തു നിന്നുള്ള ചൂട് പിടിച്ച വായു മേലേക്ക് പോകും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ തണുക്കും. നേരെ മറിച്ച് ക്രിസ്ത്യാനിറ്റി ഉണ്ടായിരിക്കുന്ന യൂറോപ്യൻ കൺട്രീസിലാണ്. അപ്പോൾ അവിടെ മഞ്ഞ് വീഴുന്ന, അപ്പോൾ മഞ്ഞ് വീണ് കഴിഞ്ഞാൽ അത് തങ്ങി നിൽക്കരുത്. അതിന് വേണ്ടിയിട്ട് എന്തായി, അതിൻ്റെ ഇതൊക്കെ അങ്ങനെ കൂർപ്പിച്ച് അങ്ങോട്ട് വെച്ചു. അങ്ങനെ ഓരോ നാട്ടിനനുസരിച്ചിട്ട് വാസ്തു വന്നതാണ്. അതാണ്. അപ്പോൾ ഇതിൽ വാസ്തുവായിട്ട് മതങ്ങൾക്ക് കണക്ഷൻ ഉണ്ടോ എന്ന് വെച്ചാൽ എല്ലാത്തിനും കണക്ഷൻ ഉണ്ട്. ഞാൻ എല്ലാ സ്ഥലത്തും പോകാറുമുണ്ട്. പക്ഷേ ഓരോ നാട്ടിലും അവിടുത്തെ ലാംഗ്വേജിനനുസരിച്ച് ഇത് വേറെ ഓരോ ഭാഷ പറയണം, അത്രയേ ഉള്ളൂ. നമ്മളിവിടെ തച്ചുശാസ്ത്രം എന്ന് പറയുമ്പോൾ ടോട്ടൽ ഇന്ത്യയിൽ വാസ്തുശാസ്ത്രം എന്ന് പറയും. ഇതേ സമയം തന്നെ ഇപ്പോൾ തമിഴ്നാട്ടിൽ പോയിക്കുകയാണെങ്കിൽ മനേടി ശാസ്ത്രം എന്ന് പറയും. എന്താ പറയുക, ചൈനയിൽ പോയി കഴിഞ്ഞാൽ ഫെങ്ഷുയി എന്ന് പറയും. ഒക്കെ സാധനം ഒന്ന് തന്നെയാണ്. പിന്നെ അത് ആ നാട്ടിലുള്ള ദേശം, കാലം, കർമ്മം അതിനനുസരിച്ച് ഇതിൻ്റെ അപ്ലിക്കേഷനും മാറും. അതായത് ഓരോ നാട്ടുനടപ്പനുസരിച്ച് ചെയ്യാന്ന് അറിയില്ലേ. അപ്പോൾ ഇതിൽ പറയുകയാണെങ്കിൽ ആചാരത്തിനും പ്രാർത്ഥനയ്ക്കും മുറികളുടെ സ്ഥാനമൊക്കെ ഉണ്ട്. ഇപ്പോൾ സാധാരണ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇസ്ലാം നമ്മൾ ഇതാകുകയാണെങ്കിൽ കിബില ബേസ് ചെയ്തിട്ടില്ല. ലോകത്തിൽ എവിടെയാണെങ്കിലും കിബില ബേസ് ചെയ്തിട്ടാണ് ആരാധന സിസ്റ്റം. അപ്പോൾ കാബ എവിടെയാണ് അത് നോക്കിയിട്ട് നമ്മളെ വീട്ടിൽ നിന്ന് തവക്ക എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. തവക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തന്നെയാണ്, വടക്ക് നോക്കിയാണ്. അതിൽ കിബിലയുടെ സ്ഥാനം കാണിക്കും. അപ്പോൾ അത് വെച്ചിട്ടാണ് ഒരു ഇസ്ലാമിൻ്റെ പ്രാർത്ഥനാ റൂം ഡിസൈൻ ചെയ്യുക. നമ്മളെ ഇന്ത്യയിൽ നിന്നാകുമ്പോൾ അത് നമ്മളെ പടിഞ്ഞാറ് വശത്താണ് വരിക. നേരെ കുറച്ച് അമേരിക്കയിൽ നിന്നാണെങ്കിൽ അത് നേരെ കിഴക്ക് വശത്ത് വരും. അപ്പോൾ ഇത് ഓരോരോ ഭാഗത്തു നിന്ന് അത് മാറി 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 വരുന്നതുകൊണ്ട്
അതിനായിട്ട് തന്നെ ഒരു സിസ്റ്റം ഉണ്ട്. ഈ തവക്കയിൽ ഇങ്ങനെ ഇത്ര ഡിഗ്രി എന്നുള്ളതുണ്ട്. അപ്പൊ അവിടെ ആരാധനാലയം ക്രമീകരിക്കുമ്പോൾ ആ വീട്ടിലെ ആരാധനാലയം അത് പ്രകാരം തവക്ക് വെച്ചിട്ട് കൃത്യമായിട്ട് ഇതാക്കിയാണ് അങ്ങനെയുള്ള പ്രാർത്ഥിക്കേണ്ടി കിട്ടും. ഇനി ഹിന്ദു എങ്ങനെയാണെന്ന് വെച്ചാൽ സാധാരണ കിഴക്കും പടിഞ്ഞാറുമാണ് പറയുന്നത്, സൂര്യൻ ഉദിക്കുന്നതും സൂര്യൻ അസ്തമിക്കുന്നതും. ഇപ്പം ഈശ്വരൻ്റെ ആ ഒരു ഇതിനനുസരിച്ചിട്ടാണ്. അപ്പോൾ സാധാരണ രീതിയിൽ സൂര്യൻ കിഴക്കുദിക്കുന്നു, അതുകൊണ്ട് തന്നെ ക്ഷേത്രങ്ങളും ഇതൊക്കെ നമ്മൾ കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ സൂര്യൻ അസ്തമിക്കുന്നു, അല്ലെങ്കിൽ പടിഞ്ഞാറോട്ട് നോക്കി പ്രാർത്ഥിക്കുന്നു. ഈ ഒരു ഇതിലാണ് ഹിന്ദു സിസ്റ്റത്തിൽ വരിക. ഇനി ക്രിസ്ത്യാനിറ്റിയിൽ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഓരോ രാജ്യത്ത് പോയാലും വ്യത്യസ്ത രീതിയിലായിരിക്കും. ആ രാജ്യത്തിലെ സിസ്റ്റം എന്താണെന്ന് നോക്കിയിട്ട് അത് അഡാപ്റ്റ് ചെയ്യാണ് ക്രിസ്ത്യാനിറ്റി ചെയ്യുക. അതുകൊണ്ടാണ് നമ്മളെ നാട്ടിലുള്ള പള്ളികളിൽ കൊടിമരവും ഇതൊക്കെ വന്നത്, ചുറ്റുവിളക്കൊക്കെ ആയി അല്ല. അപ്പം അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ക്രിസ്ത്യാനിറ്റീൻ്റെ സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ ഏത് നാട്ടിലാണോ ഉള്ളത് അവിടുത്തെ ആ സിസ്റ്റം അഡാപ്റ്റ് ചെയ്യാന്നാണ്. പക്ഷെ പൊതുവെ ക്രിസ്ത്യൻ പള്ളികൾ നമ്മൾ കിഴക്ക് അല്ലെങ്കിൽ പടിഞ്ഞാറ്, ഇപ്പോൾ ആൾത്താര വെക്കണം, വീട്ടിൽ ആൾത്താര ശരിയാക്കണമെന്നുണ്ടെങ്കിൽ കിഴക്ക് ചുമരിലാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ എന്താണ്, വീട്ടിലുള്ള എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കിഴക്ക് ചുമരിലുള്ള ആൾത്താര നോക്കി പ്രാർത്ഥിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു യൂണിറ്റി ഉണ്ടാവും. അതുമല്ല ഒരു കൂട്ടപ്രാർത്ഥന എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. അതൊക്കെയാണ് അതിൻ്റെ ഭംഗി കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് വൈകിട്ട് എല്ലാവരും കൂടി അല്ലെങ്കിൽ രാവിലെ എല്ലാവരും കൂടി ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതൊരു ഒരു പോയിന്റഡ്നെസ് വരികയാണ്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് പറയുക ആൾത്താര ഈ കിഴക്ക് ചുമരിലുണ്ടാകുക എന്നാണ്. അപ്പോൾ കിഴക്കോട്ടേക്ക് തിരിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് ആ ഒരു യൂണിവേഴ്സിൻ്റെ റേസും വരും. പിന്നെ എല്ലാത്തിനും നന്ദി പറയലാണ്. അപ്പം ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാത്തിലും വാസ്തുവുണ്ട്. എനിക്ക് എല്ലാ വിഭാഗത്തിലുള്ള ക്ലൈൻസും ഉണ്ട് കേട്ടോ. ഈവൻ പഞ്ചാബീസും ഒക്കെ ഉണ്ട്, ഇത് സിഖുകാരുടെ ഇതും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അല്ല പറയാണ് അതിപ്പോൾ പാർസീസിൻ്റെ ഉണ്ട്. ഇപ്പോൾ പാർസീസിൻ്റെ ആണ് നേരെ ഇതാണ്ട് അവർക്ക് അഗ്നിയാണ് ദേവനായി കാണുന്നത്. അപ്പോൾ സെൻഡ് അവസ്ഥ എന്ന് പറയും, അതനുസരിച്ചിട്ട് അവരുടേത്. അപ്പോൾ ഇത് ഓരോരോ സിസ്റ്റത്തിലാണെങ്കിലും അതിൻ്റെ ഒന്ന് ട്രഡീഷണൽ സിസ്റ്റം ഉണ്ടാവും, പിന്നെ ഇതിൻ്റെ ഒരു സയൻസ് ഉണ്ടാവും. ഇത് രണ്ടും കൂടി നോക്കിയിട്ടാണ് നമ്മളത് അപ്ലൈ ചെയ്യുക. പിന്നെ ഏറ്റവും യൂണിവേഴ്സിലെ ശക്തമായ സ്ഥാനമാണ് വിശ്വാസം. ലോകത്തിലുള്ള ഏറ്റവും ശക്തിയുള്ള സാധനം എന്താണെന്ന് ചോദിച്ചാൽ വിശ്വാസമാണ്. അപ്പോൾ ആ വിശ്വാസം കൊണ്ട് നമ്മൾ എല്ലാ ദിവസവും റെഗുലർലി ഒരു ആക്ഷൻ നടത്തുകയാണെങ്കിൽ അത് നമ്മളിൽ ചേഞ്ചസ് ഉണ്ടാകും. കാരണം ഹ്യൂമൻ സിസ്റ്റം മാറിയ രണ്ട് തരത്തിലാണ്. ഒന്ന് പറയും ആക്സിഡൻസ് എന്ന് പറയും, അതായത് ആകസ്മികമായിട്ട് എന്തെങ്കിലും പോയി പെട്ടുപോവുക. അപ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടായി, ഇങ്ങനെയൊക്കെ ആയി, അപ്പോൾ അറിയാണ്ട് അപ്പം ജാതിയില്ല മതമില്ല എല്ലാവരും രക്ഷപ്പെടണം, അത്രേ ഉള്ളൂ. അത് പെട്ടുപോയി കുട്ടിമാമ, വേറെ വഴിയില്ല മാമ, ഓക്കെ. അപ്പം അതായി, അപ്പം ഇതൊക്കെ മാറ്റി വെച്ച് ഇപ്പം എല്ലാവരും ഒരുമിച്ചിട്ട് തന്നെ അങ്ങനെ നമ്മളെ കേരളത്തിലുള്ളവരൊക്കെ അതിജീവിച്ചതാണല്ലോ അല്ലേ. അതൊരു വലിയ എക്സാമ്പിൾ ആണ്. ആണ്. അപ്പൊ ഇത് ജാതി മതമല്ല, എല്ലാം ഒന്നായി. അപ്പൊ ശ്വാസം കഴിക്കണം, മനുഷ്യൻ ഭക്ഷണം കഴിക്കണം, ഇത് മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പൊ അതൊക്കെ പറ്റൂ. എല്ലാവരും ഒരുമിച്ച് ഒരു കുടക്കീഴിൽ ഒരു സ്കൂളിൽ താമസിച്ചിട്ടുള്ളവരാ അല്ലേ. അതാണ് അതിന്റെ ഭംഗി. ഇനി രണ്ടാമത്തെ പറയുന്നത് റിപ്പീറ്റഡ് കമാൻഡ്സ് എന്ന് പറയും. അതായത് എന്തൊരു പ്രവൃത്തി നമ്മൾ തുടർച്ചയായിട്ട് എല്ലാ ദിവസവും ചെയ്യണോ അത് നമ്മളിൽ മാറ്റങ്ങൾ വരുത്തും. അതാണ് ഇപ്പം 5 നേരം നിസ്കരിക്കുക. അപ്പം 5 നേരം നമ്മൾ ആ ദുആ, നമ്മൾ ആ ഒരു പ്രാർത്ഥന അങ്ങോട്ട് യൂണിവേഴ്സിലേക്ക് പോവുക. അപ്പം അങ്ങനെ 5 നേരമൊക്കെ ഇതാകുമ്പോൾ തീർച്ചയായിട്ടും അത് കബൂലാവും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പീറ്റഡ്ലി അത് പോവുകയാണ്. അപ്പം ആ ഇത് പറയണം. അപ്പം എന്തൊരു ആക്ഷൻ റിപ്പീറ്റഡ്ലി എല്ലാ ദിവസവും ചെയ്യുന്നുണ്ടോ അത് നമുക്കൊരു ആചാരമാവും, കീഴ്വഴക്കാവും, ഒരു ഡിസിപ്ലിനാവും. അപ്പം അതിന് പ്രപഞ്ചത്തിൻ്റെ താളം കൂടി നമുക്ക് ഒരുമിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് ഗുണം ചെയ്യും. ഏത് ജാതി ആയിക്കോട്ടെ, ഏത് മതം ആയിക്കോട്ടെ, ഉദ്ദേശം എത്രയേ ഉള്ളൂ, യൂണിവേഴ്സ് എന്നുള്ള ആ അബൻഡൻസ് നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഉണ്ടാകുക. പിന്നെ നമ്മൾ ഒന്നും കൂടി ഹൃദയം ശരിക്കും ഇതൊക്കെ ശരിക്കും ആചരിക്കുന്നവരാണെങ്കിൽ അവരുടെ ഹൃദയം അതുപോലെ വിശാലാവും കേട്ടോ. പിന്നെ ഇപ്പം നമ്മളെവിടെയുള്ളൂ, നമ്മളിപ്പോൾ സൗദിയിലോ അല്ലെങ്കിൽ ദുബായിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഈ ഇങ്ങനെയുള്ള സിസ്റ്റം, അതായത് സിസ്റ്റം ഉണ്ട്. ഇവൻ ഞാൻ അതായത് എന്താണ് കുറേ പള്ളികൾക്ക് ഇപ്പോൾ ദുബായിലാണ് പാലസിനൊക്കെ വിളക്ക് കത്തിച്ച് വെച്ചിട്ട് എന്നെ കുറ്റിയടിച്ച പാലസ് ഉണ്ട് അല്ല പറയണത്. അപ്പം അവർക്ക് സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ താല്പര്യമാണത്, അവരതോടുകൂടി അത് ചെയ്യണത്. നേരെ മറിച്ച് നമ്മളെവിടെയാണ് അതാണ് ഇതാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കാണിക്കുന്നത്. അവിടെ ഒരു മജ്ലിസ് പണിയാണ് പോലും ഞാൻ കൃത്യമായിട്ട് ഇത് പറഞ്ഞു കൊടുത്തിട്ടൊക്കെ ഉണ്ടാക്കിയതുണ്ട് അല്ല പറയണ. അങ്ങനെ അത് ഒരുപാടുണ്ട് അല്ല പറയണെന്ന് വെച്ചാൽ നമ്മളെ ഈ സങ്കുചിതമായിട്ടുള്ള മനസ്സ് വിട്ടിട്ട് ഒന്ന് വലുതായിട്ട്
ഇതൊരു പ്രപഞ്ചത്തിന്റെ ഒരു ശാസ്ത്രമാണ്. അത് ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് എൻ്റെ ജീവിതം സമൃദ്ധിയിലേക്ക് നയിക്കുക. അതിനുള്ളൊരു ഉത്തരവാദിത്വം എടുത്തു കഴിഞ്ഞാൽ മതവും ഉപകാരത്തിനാവും, വാസ്തു ഉപകാരത്തിനാവും, പിന്നെ നമ്മളെ കൊണ്ട് യൂണിവേഴ്സിനും ഉപകാരത്തിലാവും. തീർച്ചയായും. അപ്പോൾ എല്ലാ അതോടുകൂടെ തന്നെ അതിൻ്റെ എല്ലാ റെസ്പെക്റ്റോടു കൂടി തന്നെ എല്ലാ ശാസ്ത്രങ്ങളും ഉപയോഗിക്കുക, സമൃദ്ധിയിൽ ജീവിക്കുക.